നിരുത്തരവാദിത്വപരം, ബാലിശം, പരിഹാസ്യം. ഇതല്ലാതെ ഇന്ന് കെ ജയകുമാർ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ ഈ ചർച്ചയിൽ ഇരിക്കുന്ന CPM പ്രതിനിധി തന്നെയാണ് 3 ദിവസം മുൻപ് ഫെബ്രുവരി 13 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ചർച്ചയിലും CPMനെ പ്രതിനിധീകരിച്ചത്. അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള തർക്കം ഞാൻ പറയല്ലോ, പക്ഷേ CPMന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 3 വാദങ്ങൾ ഞാനൊന്ന് ആവർത്തിക്കട്ടെ. ഒന്ന്, ഈ പറയുന്നത് ഓഡിറ്ററുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള തെറ്റാണ്. ഒരു തരത്തിലുള്ള ഫിസിക്കൽ വെരിഫിക്കേഷനും നടത്താതെ, ഒരു തരത്തിലുള്ള ബില്ലും പരിശോധിക്കാതെ, വായ തോന്നിയതുപോലെയുള്ള റിപ്പോർട്ട് എഴുതിയിട്ട് കോടതിയിൽ കൊടുത്തിട്ടുള്ള ഓഡിറ്ററാണ് ഇതിലത്തെ പ്രതി. നിങ്ങൾ വിജയൻ ആൻഡ് സൺസിലെ ഒരാളെ ചർച്ചയിൽ കൊണ്ടുവന്നിരുത്തിട്ട് ഈ ചോദ്യമൊക്കെ അവരോട് വേണം ചോദിക്കാൻ, അവരാണ് ഉത്തരം പറയാമെന്നാണ് പറഞ്ഞത്. ഇന്ന് ജയകുമാർ പറയുന്നു ഓഡിറ്ററുടെ ഭാഗത്ത് നിന്ന് ഒരു പെശകും ഉണ്ടായിട്ടില്ല, അവർ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അവർ ഞങ്ങളോട് ക്വയറികൾ ചോദിച്ചിരുന്നു, ഞങ്ങൾ അതിന് ഉത്തരം പറയാതിരുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, അവരെ പറ്റിയിട്ട് ഒരു ആക്ഷേപം ഞങ്ങൾക്കില്ല എന്ന് CPM പ്രതിനിധി പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെട്ടു. രണ്ടാമത് അദ്ദേഹം സംശയം ഉന്നയിച്ചത് ഈ സ്പെഷ്യൽ കമ്മീഷണറെ പറ്റി തന്നെയാണ്. സ്പെഷ്യൽ കമ്മീഷണർക്ക് എന്തോ ദുരുദ്ദേശം ഉണ്ട് എന്നുള്ള തരത്തിൽ അദ്ദേഹം കഴിഞ്ഞ തവണ പറയുകയും ഞാനതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ഡിവിഷൻ ബെഞ്ചിന് ഇദ്ദേഹം പറയും എന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു. ഇന്ന് നോക്കൂ, ഇവിടെ ജയകുമാർ വിശദീകരിച്ച് എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെ പരിശോധിക്കാതെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് സമയപരിധി നീണ്ടുപോവുകയായിരുന്നു, പേഴ്സണലി അപ്പിയർ ചെയ്യാനുള്ളൊരു നിർദ്ദേശം അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രഷറിൽ ഞങ്ങൾ വേണ്ടത്ര പരിശോധന നടത്താതെ പൂർണ്ണമല്ലാത്ത, അന്തിമമല്ലാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. അതായത് കോടതിയിൽ സമയം തെറ്റുന്നത് കൊണ്ട് അഫിഡവിറ്റ് പോലും ഇല്ലാണ്ട്, അഫിഡവിറ്റ് ഞങ്ങൾ ഇപ്പോഴും ഫയൽ ചെയ്തിട്ടില്ല, വീണ്ടും അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ തിരുത്തിയിട്ട് കൊടുക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് കോടതിയിൽ കൊടുക്കുന്ന ഡോക്യുമെന്റ് എല്ലാ പരിശോധനയും കഴിഞ്ഞ് തിരുത്തിയിട്ട് ഫൈനൽ റിപ്പോർട്ടല്ലേ കൊടുക്കേണ്ടത്. കൊടുത്തതിന് ശേഷം പിന്നീട് പരിശോധന നടത്തിയിട്ട് അടുത്ത 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പുതിയത് കൊടുക്കാം, അതിൻ്റെ കൂടെ അഫിഡവിറ്റ് ഇല്ലല്ലോ എന്ന് പറയുന്നത് എന്തൊരു വാദമാണ്. മൂന്നാമത്തെ കാര്യം ഇദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 3 കോടി രൂപയിൽ കൂടുതൽ 1 രൂപ പോലും ചെലവ് വന്നിട്ടില്ല. അത് നിങ്ങൾക്ക് 17-ാം തീയതി ഞങ്ങളുടെ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിന്റെ കണക്കുകൾ പുറത്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. വിത്തിൻ 3 days ഈ പറയുന്ന എല്ലാ സംശയങ്ങൾക്കും നമ്മൾ ഉത്തരം കാണും. അന്ന് നമ്മൾ വീണ്ടും ചർച്ചയിലിരിക്കാന്നാണ് പറഞ്ഞത്. നോക്കൂ, ഇപ്പോഴും ദേവസ്വം ബോർഡിന്റെ ഒരു കണക്കുമില്ല. അവർ പറയുന്നത് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും, ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ 3 വാക്കുകൾ വെച്ചിട്ടാണ് ജയകുമാറിന്റെ പത്രസമ്മേളനം മുഴുവൻ നടക്കുന്നത്. ഒന്ന് റെക്ടിഫിക്കേഷൻ, ഒന്ന് വെരിഫിക്കേഷൻ, ഒന്ന് റീകൺസീലിയേഷൻ. അതായത് ഈ പറയുന്ന റിപ്പോർട്ട് മുഴുവൻ അബദ്ധമാണ്. ഇതിലെ അബദ്ധങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഇത് തിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ആ സമിതിയുടെ പണി ഈ കണക്കുകൾ ശരിയാക്കുക എന്നല്ല, ഈ പഴയ റിപ്പോർട്ടും പുതിയ റിപ്പോർട്ടും തമ്മിൽ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അബദ്ധമില്ലാത്തതുപോലെ ഇതിൽ വെട്ടിത്തിരുത്തലുകൾ നടത്താൻ വേണ്ടിയിട്ട് അവർ പുതിയൊരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചിരിക്കുകയാണ്. എന്തൊരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ പോലും ഒരു പത്രസമ്മേളനത്തിൽ പറയാത്ത കാര്യങ്ങളാണ് ജയകുമാറിനെ പോലെ IAS ഉദ്യോഗസ്ഥൻ പറയുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. എനിക്ക് തോന്നുന്നു CPMന്റെ പ്രതിനിധികൾ ഇതിനേക്കാൾ നന്നായിട്ട് ഈ വിഷയത്തെ ഡിഫെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വാദം എന്താണ്, അതായത് 8.22 കോടി രൂപയ്ക്കാണ് MOU ഉണ്ടാക്കിയത് ഈ പറയുന്ന UICCയുമായിട്ട്, അതാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ബില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയത്. എന്നാൽ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അവസാന നിമിഷത്തിൽ പുതിയൊരു തീരുമാനമെടുത്തിരുന്നു. എന്താണ്, 4.99 കോടിക്കുള്ളിൽ ഇതിന്റെ ചെലവുകൾ പരിമിതപ്പെടുത്തണം, അതിന്റെ അപ്പുറത്തേക്ക് ചെലവ് ചെയ്യാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പഴയ കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നിട്ടുള്ള ബില്ലൊക്കെ പുനഃപരിശോധിക്കാൻ ഇവരോട് ആവശ്യപ്പെടുന്നതാണ്. അതായത് ഞങ്ങൾ 4.99 കോടിയെ കൊടുക്കുള്ളൂ തീരുമാനിച്ചു, ആ തീരുമാനം ഇവരെ ഞങ്ങൾ അറിയിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ MOUയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയിട്ടില്ല. MOU ഇപ്പോൾ നിൽക്കുന്നത് 8.22 കോടി രൂപയ്ക്കാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ 7 കോടി രൂപയുടെ ഒരു ബില്ലും തന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ 4.99 കോടി എടുക്കുള്ളൂ എന്ന് ഞങ്ങൾ ഉള്ളിൽ രഹസ്യമായി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരോട് പറയൂ, എന്താണ് ഈ ബില്ലൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ഈ 4.99 ഉള്ളിലാക്കി തരാൻ ഞങ്ങൾ അവരോട് പറയുന്ന. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വെച്ചപ്പോൾ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ അവരുടെ പാർട്ടികളോട് സംസാരിച്ചിട്ട് അത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളുന്ന. സ്വാഭാവികമായിട്ട് അവർ കേസ് കൊടുക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അവർ കേസ് കൊടുക്കുമ്പോൾ അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ സ്പോൺസർഷിപ്പിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത് ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് 4 കോടി രൂപ സ്പോൺസർഷിപ്പായിട്ട് പ്രതീക്ഷിച്ചിരുന്നു, 3.85 കോടി രൂപയാണ് സ്പോൺസർഷിപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൽ അദാനിയുടെ പൈസ കിട്ടിയിട്ടില്ല, അദാനിയുടെ പൈസ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ഏത് നിമിഷവും എത്തിച്ചേരാം. അങ്ങനെ വന്നാലും 4.99 കോടി ആവുന്നില്ല. പല സ്പോൺസർമാരും പിന്മാറി. ബാക്കി തുകയ്ക്ക് ഇവർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവില്ല. അതെന്തായാലും ദേവസ്വം ബോർഡ് കൊടുക്കില്ല, പിന്നീട് എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത്തരത്തിൽ കാര്യങ്ങളെ പറ്റി ഇപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത്, ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് 2 ബില്ലുകൾ ഒരേ കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് പഴയ കണക്ക് പ്രകാരമാണെങ്കിൽ 8.22 കോടി രൂപയുടെ ഒരു MOU ഉണ്ട്. ആ MOUവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബില്ല് തന്നാൽ അത് മാറാനാണ് ഇവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ വിചാരിച്ച പോലത്തെ സ്പോൺസർഷിപ്പ് വരാത്തതുകൊണ്ട് ഈ ബില്ലുകൾ മാറ്റി തരണമെന്ന് ഇവരോട് പറയണം. അതായത് ഒരേ പരിപാടി ഇത് 2 തരത്തിൽ ബില്ല് ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പറഞ്ഞ ബില്ല് പ്രകാരമല്ലാണ്ട് ഇവരിത് മാറ്റിയിട്ട് ഇനി ഞങ്ങൾക്ക് 4.99 കോടിക്കുള്ളിൽ ഒരു ബില്ല് തന്നാൽ ആ തരത്തിൽ ഇത് നീക്കാം. അതായത് അവിടെ ഒരു സ്കാം നടന്നു, അവിടെ ഒരു അഴിമതി നടന്നു. യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട
കൊടുക്കേണ്ടതല്ലാത്ത എക്സോർബിറ്റന്റ് ആയിട്ടുള്ള എമൗണ്ട് കാണിച്ചിട്ട് ഒരു ബില്ല് ഉണ്ടാക്കാനാണ് ആദ്യം വിചാരിച്ചിരുന്നത്. കാരണം അത്രയും സ്പോൺസർഷിപ്പ് വരുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ സ്പോൺസർഷിപ്പ് വരാത്തത് കൊണ്ട് ഇനി ബില്ലുകളെല്ലാം ഇങ്ങനെ പുനഃക്രമീകരിക്കാനാണ് പറയുന്നത്. അതായത് നടന്നു കഴിഞ്ഞ പരിപാടിയുടെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ബില്ല് മാറ്റി തരണമെന്ന് പറയും. അതിന് രേഖ കൊണ്ട് ഒരു പിൻബലമില്ല, അതിന് MOUവിന്റെ പിൻബലമില്ല, നിയമപരമായിട്ടുള്ള പിൻബലമില്ല. ഞങ്ങൾ അവരോട് അങ്ങനെ ആവശ്യപ്പെടും, അത്രേ കൊടുക്കേണ്ടി വരുള്ളൂ. അതൊക്കെ അവർക്ക് അറിയാം. അവരോട് ഞങ്ങളത് നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അവർക്ക് അത്രേ കിട്ടുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാമെന്ന്. അത് തുറന്ന കുറ്റസമ്മതമാണ്. അവിടെ അഴിമതി ഉണ്ട്, അവിടെ ഒരു എന്താണ് അവർ തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ട് എന്നുള്ളതിന്റെ തുറന്ന കുറ്റസമ്മതമാണ് അവിടെ നടത്തിയത്. ഇത് പറഞ്ഞതിനേക്കാൾ വലിയ അപകടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ജയകുമാറിന്റെ പത്രസമ്മേളനം കൊണ്ട് വന്നിട്ടുള്ളത്. CPM പ്രതിനിധി കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുള്ള എല്ലാ ന്യായീകരണങ്ങളും ഇവിടെ തകർന്നു കഴിഞ്ഞു. പ്രശാന്തിന്റെ ദേവസ്വം ബോർഡിനെതിരെ ഡയറക്റ്റ് അക്യൂസേഷൻ. ശരി, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ K. ജയകുമാറിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കാരണം കഴിഞ്ഞ ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ള കുരിശാണ് അദ്ദേഹം പേറുന്നത്.